ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇപ്പോൾ ധാരാളം ഇമെയിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ മൊബൈലിൽ നമ്മുടെ എല്ലാ നമ്പറുകളും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്കായിരിക്കും. നമുക്ക് ആ ഒരു ഇമെയിൽ അക്കൗണ്ട് അല്ലാതെ നമ്മുടെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള മെയിൽ ഐ ഡി നമ്മൾ മറ്റു കാര്യങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കൂല. എന്നാൽ നമുക്ക് മറ്റു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ അക്കൗണ്ടുകളെല്ലാം നമ്മുടെ ഏത് മെയിലിലേക്കാണോ ആ മെയിലിലേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒഫീഷ്യലായിട്ടുള്ള കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ എല്ലാ കോണ്ടാക്റ്റുകളുമുള്ള നമ്മുടെ ആ ഒരു ഒറിജിനൽ പേഴ്സണൽ ഇമെയിൽ ഐ ഡി എടുക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ കോണ്ടാക്ട്സുകളും കാണാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇവിടെ തന്നെ നമുക്ക് കോണ്ടാക്ട്സുകൾ കാണാൻ കഴിയുന്നിടത്തോളം തന്നെ ഫിക്സ് ആൻഡ് മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ്പോർട്ട് ടു ഫയൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒറിജിനൽ ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്പോർട്ട് ടു .vcf ഫയൽ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ ഡൗൺലോഡിലേക്ക് പോകും. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണോ നമുക്ക് വേണ്ട ആ രൂപത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ മെയിൻ ഫയൽ എടുത്തിട്ട് നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഫയലിൽ നമുക്ക് ആ ഒരു ഫയൽ കാണാൻ കഴിയും. contacts vcf എന്ന് പറയുന്ന ഈ ഫയൽ. വീണ്ടും നമ്മൾ കോണ്ടാക്ട്സ് എടുക്കുന്നു. അവിടെ കാണുന്ന ഈ മെയിൽ ഐ ഡികളിൽ നമുക്ക് ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ മാറ്റേണ്ടത് ആ മെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കാണുന്നു നോ കോണ്ടാക്ട്സ് ഇൻ ദിസ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഫിക്സ് മാനേജ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഇമ്പോർട്ട് ഫ്രം ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ കൊടുത്ത ആ മെയിൽ ഐ ഡി തന്നെ ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് contacts vcf എന്ന് പറഞ്ഞ നമ്മുടെ ഫയൽ കിട്ടുന്നു. ഇവിടെ എന്താണ് വിൽ ബി ഇമ്പോർട്ടഡ് ഷോർട്ട്ലി എന്ന് പറഞ്ഞ് കാണും. നമ്മളിവിടെ കോണ്ടാക്ട്സിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് ഓരോ കോണ്ടാക്റ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ കാണാം 40 കോണ്ടാക്ട്സ്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എത്ര കോണ്ടാക്റ്റ് ആണോ നമ്മുടെ ഉള്ളത് ആ കോണ്ടാക്റ്റ് എല്ലാം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ആ മെയിൽ ഐ ഡിയിലേക്ക് വരും. ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് ഈ മെയിൽ ഐ ഡി ഈ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ അത് കണ്ടില്ലേ 100 കോണ്ടാക്റ്റ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ് വീഡിയോകൾ ട്രിക്ക് വീഡിയോകളുമായി കാണുന്നവരേക്ക് ഏവർക്കും താങ്ക് യു.